ഹായ്. തംബ്നെയിലും ക്യാപ്ഷനിലും കണ്ട മാതിരി ഇന്ന് ഞാൻ സാലഡ്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ. മെനു എല്ലാം സെറ്റ് ആക്കിയത് ഇയാളുടെ ഹെൽപ്പോട് കൂടിയാണ്. ഇന്ന് എനിക്ക് മാത്രം വേറെ ഫുഡ് ആയതുകൊണ്ട് A to Z കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. അപ്പം സമയം പോക്കാണ്ട് എല്ലാം ചെയ്യാല്ലേ. ബാ. ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു ഫ്രൂട്ട് സാലഡ് ആണ്. സോ ഈ ഒരു ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ചോപ്പിംഗ് ബോർഡ് ഷെഫ് ബേന്റെ ആണ്. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഇതെനിക്ക് റീസെന്റ് ആയിട്ട് അവര് PR അയച്ചതാണ്. സോ യെസ്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പപ്പായ ആട്ടോ കട്ട് ചെയ്യുന്നത്. ആ, പിന്നെ എന്റെ ക്ലീൻ ഈറ്റിംഗ് ചാലഞ്ച് ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ സൺഡേ ആയിട്ട് ചെയ്തു കഴിഞ്ഞതാട്ടോ. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് വീഡിയോസ് ഇടാറ്. സൺഡേ ലോങ് വീഡിയോസ്. അപ്പൊ അതൊന്ന് ബ്രേക്ക് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഡെയിലി ഇടാത്തത്. അതിന്റെ ഒരു ഡിലേ ആണ് കേട്ടോ കാണുന്നത്. ഡെയിലി വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ആ ഒരു ചാലഞ്ചിനെ പറ്റിയിട്ട് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാവും. അതിന്റെ എനിക്ക് വന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടും. സോ യെസ്, നമുക്ക് പപ്പായ കട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കറണ്ട് പോയതാ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം എന്നെല്ലാം വിചാരിച്ചതാ. ജിമ്മിൽ പോയി വന്നു കുളിക്കണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ കുറെ വെയിറ്റ് ചെയ്തു, വരുന്നില്ല. ഇനിയിപ്പോ വൈകുന്നേരം വരുള്ളൂ തോന്നുന്നു. അതുവരെ എന്തായാലും കാത്തു നിൽക്കണ്ടല്ലോ. അപ്പം യെസ്, അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബൗളിലേക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ആ ചാലഞ്ചിന് ശേഷം ഇപ്പോഴാണ് ഷുഗർ യൂസ് ചെയ്യാൻ പോകുന്നത്, കഴിക്കാൻ പോകുന്നത്. ഈ ഒരു യോഗോട്ട് ഓൾസോ ഈ ഫ്രൂട്ട് സലാഡിലേക്ക് ഇടുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്തുള്ള ഷുഗർ കയറും, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പം ഒരു ഹാഫ് ആപ്പിൾ, ഒരു ഭാഗം പപ്പായ ആൻഡ് ഒരു ഫുൾ ഓറഞ്ച്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു യോഗേർട്ടിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഞാൻ മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ChatGPT എനിക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്, ഒരു മിഡ് സ്നാക്ക്, ലഞ്ച്, പിന്നെ ഈവനിങ് സ്നാക്ക്, ഡിന്നർ, ഇത്ര ആണ് കേട്ടോ പറഞ്ഞത്. ഞാൻ മിഡ് സ്നാക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഈവനിങ് സ്നാക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അധികം ഫുഡ് കഴിക്കാറില്ല. ഈ വീഡിയോ എടുക്കുമ്പം അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് ഉള്ളതായിട്ട് തോന്നും. ഇപ്പൊ ഞാൻ റൈസ് ഒക്കെ എടുക്കുമ്പം ഞാൻ എടുക്കുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. യെസ്. അപ്പം എനിക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടാവാറില്ല ഇപ്പൊ. ഈവനിങ് ഞാനിപ്പോ അധികം സ്കിപ്പ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. 3 നേരം ആക്കിയിട്ടുണ്ട് ആക്ച്വലി ഫുഡ്. സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാരും ലഞ്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഉച്ചത്തെ പരിപാടി നോക്കാം. കുറച്ച് കടല ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ ഞാൻ വെള്ളത്തിലിടുന്നത്. അപ്പം കുറച്ച് അധികം വിസിലടിച്ചാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലത്തെ ഫുഡ് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. ലൈക്ക് ടൂ മച്ച് ആയിപ്പോയി. അപ്പൊ ഞാൻ ഫുള്ള് കഴിച്ചില്ല. അത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് മിഡ് സ്നാക്ക് ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. കടല വെള്ളത്തിലിട്ടത് അമ്മ, കടല കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം. എന്തായാലും ഇവിടെ ഒന്നും വേസ്റ്റ് ആവാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. കടല ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു കോഴിമുട്ട ഉണ്ട്, ഇതും കൂടി ഒന്ന് ബോയിൽ ചെയ്യാം ആ സമയം കൊണ്ട്. ഞാൻ നല്ല ഓവർ ആക്കിയിട്ട് കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. ഇന്ന് നടക്കൂല. സാധാരണ മരേനെ ഇനി കട്ട് ചെയ്യാം. കോഴിമുട്ട ബോയിലായി ആൻഡ് കടല വേവിച്ചു.
പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ ആട്ടോ കട്ട് ചെയ്ത്, ഇങ്ങനെ. പിന്നെ കുക്കുംബർ ഇങ്ങനെ. പിന്നെ തക്കാളി, ഉള്ളിയെല്ലാം. തക്കാളി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, ഉള്ളി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, ഒന്നിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ രാത്രിയിലേക്ക് കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ കാലത്തിന് ശേഷമാണ് ചീര വാങ്ങുന്നതെന്ന് അമ്മ പറയുന്നത്. കാരണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഇവിടെ എവിടെയാണെന്ന് തപ്പാനുള്ള മടി കൊണ്ട് ഞാൻ മേടിച്ചു. അപ്പൊ അതിന് എനിക്ക് കുറെ കിട്ടി. പക്ഷെ ഒരുമാതിരി വാടി ചീര ഇവിടെയാണ് ഫ്രഷ് കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രിയിലേക്കാണ് ഞാൻ ആക്ച്വലി ചീര വിചാരിച്ചത്. അപ്പൊ കുറച്ച് ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, സാധാ വെള്ളത്തിൽ ഇങ്ങനെ എടുക്കാം. ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചീരന്റെ കട്ടിയുള്ള ഭാഗം ആദ്യം ബോയിൽ ചെയ്യാൻ ഇടാം. അതിന് കുറച്ചുകൂടി സമയം വേണമല്ലോ. ഇനി ക്യാരറ്റ് ഇടാം, നന്നായിട്ട് ഇളക്കാം. ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ചീരന്റെ ഇല കൂടി ഇടാം. അത്യാവശ്യം ഒന്ന് ആയി എന്ന് തോന്നുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ ക്യാരറ്റും ചീരും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് കുക്കുംബർ പിന്നെ തക്കാളി എല്ലാം ഇടാം. ഇത് പിന്നെയും കൂടിപ്പോയിട്ടുണ്ട്. മൈ ഗോഡ്. ഇനി ഫുൾ കടലയും കൂടി ഇട്ടിട്ട് ഓവറാണ്ട് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ മതി. ഇനി ഇതിലേക്ക് ഹാഫ് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ലേശം കുരുമുളകും കൂടി ഇടാം. ഇതിന്ന് ഇനി ആവശ്യമുള്ളത് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് പണിയെടുത്ത് മതിയായി. എത്ര നേരം അറിയോ ഒരു സാധനം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഞാൻ ആകെപ്പാട് രണ്ട് നേരത്തെ ഭക്ഷണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ ഇപ്പം തന്നെ ഞാൻ മടുത്ത്. എന്റെ മോനെ, ഉച്ചത്തിന് ഞാൻ നല്ല സമയം എടുത്തിട്ടുണ്ട്. ഇനിയും എനിക്ക് 2 കൂടി ഉണ്ടാക്കാനുണ്ട്. ഈവനിങ് സ്നാക്സിന് ഞാൻ വിചാരിച്ച കോൺ വെച്ചിട്ട് ഒരു ഐറ്റം ആണ്. മൈ ഗോഡ്, അത് ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള കോണാ. അപ്പൊ അത്ര പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഓൾറെഡി ഞാൻ ഭയങ്കര സ്ലോ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെറിയ കാര്യം ചെയ്യണമെങ്കിലും ഞാൻ നല്ല സമയം എടുക്കും. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ സാലഡ് ഇല്ല, അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ഛനും കൊടുത്തപ്പോ അച്ഛനും ഭയങ്കര ഇഷ്ടമായി. അതിനി ഭാവിയിൽ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഡിന്നറിന് ഉണ്ടാക്കുന്നതും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പം ആക്ച്വലി നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കുന്നു, കഴിക്കുന്നു ആൻഡ് ഉണ്ടാക്കുന്നു എല്ലാം കൂടി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല അത്രയും സമയം എടുത്ത്. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ആ ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കിയത്. മേ ബി അതുകൊണ്ടായിരിക്കാം. എനിവേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഹെൽത്തി സാധനം. ഈവനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺ സാലഡ് ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബോയിൽഡ് സ്വീറ്റ് കോൺ, ചോപ്ഡ് ഓണിയൻ, ടൊമാറ്റോ, കൊറിയാണ്ടർ വെച്ചാൽ മല്ലിച്ചപ്പാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞാൻ എന്തായാലും മല്ലിച്ചപ്പ് എടുക്കാൻ പോകുന്നത്. ലെമൺ ജ്യൂസ്, സോൾട്ട്, പെപ്പർ, ഇത്ര സാധനമാണ്. അപ്പം ഞാൻ മേടിച്ച കോൺ ഓൾറെഡി ബോയിൽഡ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച കോണ്. ആക്ച്വലി എനിക്ക് കോണ് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ കൂടെയുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ഒന്ന് പുറത്തു പോയത്, അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കോണൊന്നും കഴിക്കുന്ന ആളല്ല. പിന്നെ എപ്പോഴോ ഒരു ദിവസം കഴിച്ചിട്ട് ഇഷ്ടമായതാ. സോ യെസ്, ഇത് ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. ഇതിനത്ര 60 എന്തുവാ, ഈസി. ഇതാട്ടോ, എനിക്കിതിന്റെ ടെക്നിക്ക് ഒന്നും അറിയില്ല, ഇതെങ്ങനെയാണ് പൊളിച്ചെടുക്കാന്നൊന്നും അറിയില്ല. കാരണം ഞാൻ കഴിക്കാത്തോണ്ട് ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കിയപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടാളയല്ലേ ഉള്ളൂ. സോ എങ്ങനെ സംഭവം എന്ന് നോക്കാം.
ശർക്കരന്റെ ഒക്കെ ടേസ്റ്റ്. ഞാൻ ആദ്യം തന്നെ ഓരോന്നും നുള്ളിയിട്ടാണ് ഇടാൻ നോക്കിയത്. ഇന്ന് തീരൂലെന്ന് മനസ്സിലായപ്പോ യൂട്യൂബ് നോക്കി ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ച് കോണിന്റെ ക്യാപ്പിലൂടെ കത്തി വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ കോണെല്ലാം സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് രാത്രിയായി. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇടാം. ചെറിയ രീതിക്ക് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മല്ലിച്ചപ്പ്, ഉപ്പ്, കുരുമുളക്, പിന്നെ നാരങ്ങ നീര് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കാം. ഇങ്ങണ്ട് നോക്ക്. Very nice, delicious. Corn, onion, and pepper. തക്കാളി, ഉള്ളി, Malichapa, and what else? ലൈമ്, Lime. ഉപ്പ്. ഇത്രേ ഉള്ളൂ. Okay. Very nice. താങ്ക് യു. കോൺ മാത്രം കടിക്കുമ്പോൾ അതിന്റെ തന്നെ ഒരു മധുരമാണ് കേട്ടോ കിട്ടുന്നത്. ഉള്ളി എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ബൈറ്റ് വരുമ്പോ ആണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇത് ഞാനിപ്പോ ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടിയാണ് കേട്ടോ. ഇനി ഡിന്നറും കൂടി ഉള്ളൂ കേട്ടോ ബാക്കി. ഇന്ന് മൊത്തം ഞാൻ അടുക്കളയിൽ നിന്ന വരെ എനിക്കിപ്പം തോന്നുന്നത്. ഇപ്പം തുടങ്ങിയാലേ തീരുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങി. സോ തുടങ്ങാം. ഡിന്നറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നല്ലേ? ചിക്കൻ ഉണ്ട്, പിന്നെ ചീര ഉണ്ട്, ബീൻസ്, പിന്നെ ക്യാരറ്റ്. ഇത്രയൊക്കെ വെച്ചിട്ട് ഒരു സാലഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആറ് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ക്യാരറ്റ്, പിന്നെ കുറച്ച് സ്പിനച്ച്, ചീര. ഇത്ര ചീരയാണ് കേട്ടോ എടുക്കുന്നത്. ഫുൾ വാടിയിട്ടുണ്ട്, ഒരുമാതിരി കിടക്കുന്നുണ്ട്. സ്റ്റിൽ നമുക്കിത് എടുക്കണം. ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരേന്റെ ഇലയും തണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഡിഫറെന്റ് വേവ് അല്ലേ വേണ്ടത്. ആദ്യം ഞാൻ ക്യാരറ്റ് ആണ് കേട്ടോ ഇട്ടത്. അതിന്റെ കൂടെ തന്നെ ബീൻസും. അത് കുറച്ചു നേരം സെറ്റ് ആവാൻ വെക്കാം. അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചീരന്റെ തണ്ടിടാം. അതിനുശേഷം ഇല കൂടി ഇടാം. അതായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളമൊക്കെ കളയാം. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. പിന്നെ അത്ര സ്പൈസസ് ഒന്നും ഇടാത്ത വേവിച്ച ചിക്കൻ ഇതൊന്ന് ഇളക്കാം. ഇതിലേക്ക് ലേശം കുരുമുളക്, ഇനി ഉപ്പ് വേണമെങ്കിൽ അതും ഇടാം. അത്രേ ഉള്ളൂ. അടിപൊളി. ഡെയിലി ഇങ്ങനത്തെ ഫുഡ് വേണോ? Very nice. How you prepared it? ആ മീമി തന്നെ. Mimi. ഞാൻ തന്നെ. ഹൗ ഡു യു നോ? ഓ ഞാനാ? അതൊക്കെ ട്രേഡ് മാർക്ക്, സീക്രട്ട്. വീഡിയോന്റെ അകത്ത് കണ്ടാ മതി. എങ്ങനെയുണ്ട്? Beans. ആ ബീൻസ്. Then this chicken. ആ ചിക്കൻ. ഇതിലെ ബീൻസിന് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത മാതിരി ഉണ്ടായിരുന്നു. അതർവൈസ് അടിപൊളിയാ. ബട്ട് ലഞ്ച് ആണ് കേട്ടോ എന്റെ ഫേവററ്റ്. ഇപ്പൊ ഞാൻ എടുത്ത പോർഷനും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സ്വന്തം കുക്ക് ചെയ്യുമ്പോൾ വിശപ്പ് പോവാറുണ്ട്. മേ ബി അതുകൊണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ ശരി, ബൈ.